ഗുരുവായൂരപ്പ നമസ്കാരം, സ്വാഗതം. അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം ശുക്ലാം വരദരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ യസ്യ സ്മരണമാത്രേണ ജന്മസംസാരബന്ധനാത് വിമുച്യതേ. നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. വിഷ്ണുവിൻ്റെ ചതുർബാഹു രൂപം വളരെ എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുന്ന രൂപമാണ്. അപ്പോൾ ആ ഒരു ചതുർബാഹു രൂപത്തിൽ ഭഗവാൻ 4 കൈകളിൽ ശംഖ്, ചക്ര, ഗദ, പത്മം ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ഭഗവാൻ, ആ രീതിയിൽ തന്നെ നമുക്ക് 4 ഗതിയിലൂടെ ചതുർഗതി എന്ന ഒരു നാമം ഭഗവാനുണ്ട്. 4 ഗതിയിലൂടെയും ഭഗവാനെ നമുക്ക് പ്രാപിക്കാം, അല്ലെങ്കിൽ ഭഗവാന്റെ ആ രൂപത്തിലേക്ക് എത്താം. ആ 4 ഗതിയാണ് ഭക്തി, ജ്ഞാനം, കർമ്മം, സന്യാസം. ഇവ മാർഗങ്ങളായിട്ട് കണക്കാക്കുന്നു ഭഗവാനിലെത്താൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ പല പല ഉത്തരങ്ങളാണ് പറയുക. പക്ഷേ ശരിക്കുമുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവാനെ പ്രാപിക്കുക എന്നാണ്, അല്ലെങ്കിൽ ഭഗവാനെ നേടുക, ഭഗവാനിൽ എത്തിച്ചേരുക. അതിന് 4 മാർഗങ്ങൾ പറയുന്നുണ്ട്. അതാണ് ചതുർഗതി. അത് തന്നെ ഭഗവാന്റെ ഒരു നാമമാണ്. അപ്പോൾ വിഷ്ണു സഹസ്രനാമത്തിലെ 761 മുതൽ 770 വരെയുള്ള നാമങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതിലുള്ള ഒരു നാമം ചതുർഗതി എന്ന് പറയുന്നുണ്ട്. അപ്പം 4 രീതിയിൽ ഭക്തിയിലൂടെയും ജ്ഞാനത്തിലൂടെയും സന്യാസത്തിലൂടെയും കർമ്മത്തിലൂടെയും ഭഗവാനിൽ എത്തിച്ചേരാം. അങ്ങനെ അതുപോലെ തന്നെ 4 ആശ്രമങ്ങളിലൂടെ കടന്ന് സന്യാസത്തിൽ എത്തുന്നു. അതായത് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, അതുപോലെ സന്യാസം. അങ്ങനെ 4 ആശ്രമങ്ങളിലൂടെയും ഭഗവാനിലേക്ക് എത്തിച്ചേരാം. എന്നാലും ആത്യന്തികമായ ലക്ഷ്യം ഭഗവാൻ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു തരുമ്പോൾ ഭഗവാന്റെ ആ ഒരു മാഹാത്മ്യത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ജീവിതത്തിൻ്റെ ദുഃഖ ദുരിതങ്ങൾ ക്രമേണ ഇല്ലാതെയാക്കാൻ ഭഗവാനിലേക്ക് ഈ മാർഗങ്ങളിലൂടെ പടിപടിയായി എത്തുക എന്നുള്ളതാണ് ശരിക്കും ജീവിതത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ 761 മുതൽ ഉള്ള നാമങ്ങൾ നോക്കാം. പ്രഗ്രഹോ നിഗ്രഹോ വ്യഗ്രോ നൈകശൃംഗോ ഗദാഗ്രജ ചതുർമൂർത്തി ചതുർബാഹു ചതുർവ്യൂഹ ചതുർഗതി ചതുരാത്മാ ചതുർഭാവ ചതുർവേദ വിദേകപാദ്. ഈ നാമങ്ങളുടെ ഇടയിൽ ഈ ശ്ലോകങ്ങളുടെ ഇടയിലുള്ള നാമങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 761 നിഗ്രഹ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ എല്ലാത്തിനെയും തൻ്റെ അധീനതയിലാക്കുന്നു, തന്നിലേക്ക് അടുപ്പിക്കുന്നു, തന്നിലേക്ക് ലയിപ്പിക്കുന്നു. ദുഷ്ടശക്തികളെ നശിപ്പിക്കുന്നതിനാണല്ലോ ഭഗവാൻ അവതരിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഓരോ യുഗത്തിലും ഓരോ നിമിഷവും ഭഗവാൻ അവതരിക്കുന്നു എന്ന് നമ്മളെ കഥകളിലൂടെയും പുരാണങ്ങളിലൂടെയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പം ഇവിടെ ദുഷ്ടശക്തികളെ നശിപ്പിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഭഗവാൻ തൻ്റെ അവതാര ലക്ഷ്യം നിർവഹിക്കുന്നു, ദുഷ്ടശക്തികളെ നശിപ്പിക്കാനായിട്ട്. അപ്പോൾ ഭഗവാൻ അവതാരം എടുക്കുന്നത് തന്നെ അതാണ് നിഗ്രഹ. തൻ്റെ അധീനതയിലാക്കി നിശേഷം ഗ്രഹിക്കുന്നവൻ, അതാണ് നിഗ്രഹ. ഇനി വ്യഗ്ര, വി പ്ലസ് അഗ്ര, അവസാനമില്ലാത്തവൻ എന്നർത്ഥം, വിനാശമില്ലാത്തവനാണ് ഭഗവാൻ. ഭക്തന്മാർക്ക് അഭീഷ്ടങ്ങളെ ദാനം ചെയ്യുന്നതിൽ അത്യന്തം താല്പര്യമുള്ളവൻ ഭഗവാൻ. അതാണ് വ്യഗ്രഹ എന്ന് ഭഗവാനെ വിളിക്കുന്നു. ഇനി 763 നൈകശൃംഗ, ന പ്ലസ് ഏക പ്ലസ് ശൃംഗ, ഒന്നിൽ കൂടുതൽ ശൃംഗങ്ങളുള്ളവൻ. അതായത് ഭഗവാൻ യജ്ഞാത്മകനായ അഗ്നിയുടെ സ്വരൂപം തന്നെയാണ് ഭഗവാൻ. അങ്ങനെ ഭഗവാൻ യജ്ഞാത്മകനാണ്. അങ്ങനെയുള്ള അഗ്നിക്ക് വേദങ്ങളാകുന്ന 4 കൊമ്പുകളുണ്ട് എന്ന് പറയുന്നു. 4 വേദങ്ങൾ നമുക്കറിയാമല്ലോ. ആ 4 വേദങ്ങൾ ഭഗവാന്റെ ആ ഒരു യജ്ഞാത്മകനായ അഗ്നി, അത് ഭഗവാന്റെ രൂപം തന്നെയാണ്. അതിൽ വേദങ്ങളാകുന്ന 4 കൊമ്പുകളും സവനങ്ങളാകുന്ന 3 കാലുകളുമുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത 764 ഗദാഗ്രജ,
മന്ത്രം ഉരുവിടുന്നതിൻ്റെ ഫലമായിട്ട് ഭഗവാൻ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു എന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ വിഷ്ണു സഹസ്രനാമമൊക്കെ ജപിക്കുമ്പോൾ നമ്മൾ ഭഗവാനെ നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ട്, മനസ്സുകൊണ്ട് കണ്ടുകൊണ്ട് നമ്മൾ ഉരുവിടുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. ഭഗവാൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ മന്ത്രം ഉരുവിടുമ്പോൾ, ഇവിടെ വിഷ്ണു സഹസ്രനാമം ഒരു മന്ത്രം തന്നെയാണ്. മന്ത്രം ഉരുവിടുന്നതിൻ്റെ ഫലമായിട്ട് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നവൻ ഭഗവാൻ എന്ന് പറയുന്നു. അതാണ് ഗദാഗ്രജ എന്ന്. ബ്രഹ്മാവും ദേവന്മാരും ഒക്കെ പുരുഷസൂക്തം മുതലായ മന്ത്രങ്ങൾ ഉരുവിടുമ്പോൾ ഭഗവാൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഇനി 765 ചതുർമൂർത്തി, 4 മൂർത്തികളുള്ളവൻ ഭഗവാൻ. അതായത് വീരാട് എന്ന് പറയുന്ന മൂർത്തി, സൂത്രാത്മാവ്, അവ്യാകൃതം, തുരീയം, ഇത് 4 മൂർത്തികളോടുകൂടിയ ഭഗവാൻ എന്ന് പറയുന്ന ഭഗവാന്റെ 4 മൂർത്തി ഭാവങ്ങളാണ് ഇത്. അതുപോലെ തന്നെ 4 അവസ്ഥകൾ, ജാഗ്രത, സ്വപ്ന, സുഷുപ്തം, തുരീയം. ഈ 4 അവസ്ഥകളാണ് ഒരു മനുഷ്യനുള്ളത്. ഒരു മനുഷ്യന് ഈ 4 അവസ്ഥകളാണ് ഉള്ളത്. ഈ 4 അവസ്ഥകളിലും ചൈതന്യ സ്വരൂപമായിട്ട് ഭഗവാൻ വർത്തിക്കുന്നു എന്ന്. അപ്പോൾ അതുപോലെ തന്നെ 4 യുഗങ്ങൾ ഉണ്ടല്ലോ, സത്യയുഗം അല്ലെങ്കിൽ കൃതയുഗം. അതിൽ ഭഗവാൻ ശ്വേതവർണ്ണനായിട്ടും വെളുത്ത നിറത്തിലുള്ള ഒരു ഭഗവാൻ, വെളുപ്പാണ് ഭഗവാന്റെ നിറം. ത്രേതായുഗത്തിൽ അരുണവർണ്ണം, ചുവപ്പ് നിറമാണ്. അതായത് ശ്രീരാമനൊക്കെ ഉള്ള ആ ഒരു യുഗം, അവതരിച്ച യുഗം, ശ്രീരാമൻ അവതരിച്ച യുഗം. അതിൽ യജ്ഞരൂപനായിട്ടാണ് ഭഗവാൻ അവിടെ. അതുപോലെ ദ്വാപര യുഗത്തിൽ ഭഗവാൻ പീതവർണ്ണം ധരിച്ച് ശ്യാമളവർണ്ണനായിട്ട് കൃഷ്ണൻ ദ്വാപര യുഗത്തിലാണല്ലോ. അപ്പോൾ പിന്നെ അതുപോലെ കലിയുഗത്തിൽ കൃഷ്ണവർണ്ണത്തിലാണ് ഭഗവാനെ ഭജിക്കുന്നു എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അതാണ് ചതുർമൂർത്തി, 4 മൂർത്തി രൂപം. അതുപോലെ 4 യുഗത്തിലും 4 വർണ്ണങ്ങളിൽ ഭഗവാനെ നമുക്ക് ഭജിക്കാം, അല്ലെങ്കിൽ നമുക്ക് അറിയാനും കഴിയുന്നു. ഇനി 766 ചതുർബാഹു, 4 ബാഹുക്കളുള്ളവൻ ഭഗവാൻ. അതാണ് ചതുർബാഹു രൂപം, ശംഖ്, ചക്ര, ഗദ, പത്മം. അതിൽ കാലരൂപമാണ് സുദർശന ചക്രം. കാലസ്വരൂപിയായ സുദർശന ചക്രവും നാദബ്രഹ്മത്തിൻ്റെ, ഓങ്കാരത്തിൻ്റെ, പ്രണവത്തിൻ്റെ പ്രതീകമായ ശംഖും, ശത്രു സംഹാരത്തിൻ്റെ പ്രതീകമായിട്ടുള്ള കൗമോദകി എന്ന ഗദയും, അതുപോലെ സൗന്ദര്യത്തിൻ്റെയും അനാസക്തിയുടെയും പ്രതീകമായിട്ടുള്ള പത്മം, കയ്യിൽ താമരയും ധരിച്ച ഭഗവാൻ. അതാണ് ആ ഒരു ചതുർബാഹു രൂപം. ഇനി ചതുർവ്യൂഹ എന്ന് പറയുമ്പോൾ 4 വ്യൂഹങ്ങളുള്ളവൻ. ഇവിടെ ചതുർവ്യൂഹം ചിത്തത്തിൻ 4, അതായത് വാസുദേവൻ, പ്രദ്യുമ്നൻ, സംഘർഷണൻ, അനിരുദ്ധൻ എന്ന രീതിയിൽ 4 വ്യൂഹങ്ങളുള്ളവൻ എന്ന് പറയുന്നു. ജീവികളുടെ ശരീരസ്ഥനായ പുരുഷൻ എന്നും ചന്തോരൂപിയായ പുരുഷൻ എന്ന് പറയുമ്പോൾ മന്ത്രരൂപിയായ പുരുഷൻ, അത് 2ാമത്തെ. വേദരൂപിയായ പുരുഷൻ 3ാമത്തെ. മഹാവിരാട് പുരുഷൻ. ഇതാണ് ചതുർവ്യൂഹം. അപ്പോൾ ചതുർവ്യൂഹ എന്ന ഭഗവാൻ ഒരു നാമമുണ്ട്. അതായത് ജീവികളുടെ ശരീരസ്ഥനായ പുരുഷൻ, അതുപോലെ ചന്തോരൂപിയായ മന്ത്രരൂപിയായ പുരുഷൻ, പിന്നെ വേദരൂപിയായ പുരുഷൻ അല്ലെങ്കിൽ മഹാപുരുഷൻ. ഇതാണ് ചതുർവ്യൂഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിത്തത്തിൻ്റെ അധിഷ്ഠാന ദേവതയാണ് വാസുദേവൻ. അഹങ്കാരത്തിൻ്റെ പ്രതീകമാണ് സംഘർഷണൻ. ബുദ്ധിയുടെ പ്രതീകമാണ് പ്രദ്യുമ്നൻ. മനസ്സിൻ്റെ പ്രതീകമാണ് അനിരുദ്ധൻ. ഇങ്ങനെ 4 വ്യൂഹങ്ങളുള്ളവൻ വാസുദേവൻ, അതുപോലെ സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ. ഇങ്ങനെ 4 വ്യൂഹങ്ങളുള്ളവൻ അല്ലെങ്കിൽ 4 രൂപങ്ങളുള്ളവൻ ഭഗവാൻ. അതായത് വാസുദേവനാണ് പരമാത്മതത്വം. വാസുദേവൻ പരമാത്മതത്വമായിരിക്കെ 4ആയിട്ട് പിരിഞ്ഞ് സ്ഥിതി ചെയ്യുന്നു. ഇത് 4ആയിട്ട്, വാസുദേവനായിട്ടും സംഘർഷണമൂർത്തിയായിട്ടും പ്രദ്യുമ്നനായിട്ടും അനിരുദ്ധനായിട്ടും. അപ്പോൾ ഇത് മനോബുദ്ധി ചിത്ത അഹങ്കാരത്തിൻ്റെ പ്രതീകമാണ്.
അതാണ് ചതുർവ്യൂഹ. ഇനി ചതുർഗതി. നേരത്തെ ഇൻട്രൊഡക്ഷനിൽ കുറച്ച് പറഞ്ഞതുപോലെ 4 തരക്കാർക്ക് പ്രാപ്യമായവൻ, 4 മാർഗങ്ങളിലൂടെ ഭഗവാനിൽ എത്തിച്ചേരാം. ഭക്തിയിലൂടെയും ജ്ഞാനത്തിലൂടെയും കർമ്മത്തിലൂടെയും സന്യാസത്തിലൂടെയും ഭഗവാനിൽ എത്തിച്ചേരാം. അതുപോലെ തന്നെ 4 ആശ്രമങ്ങൾ, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഈ 4 ആശ്രമങ്ങളിലൂടെയും അതുപോലെ 4 വർണ്ണങ്ങളിലുള്ളവർക്കും എത്തിച്ചേരാൻ കഴിയുന്ന, അതായത് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, ഈ 4 വർണ്ണങ്ങളിലുള്ളവർക്കും 4 ആശ്രമങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യസ്ഥാനം ഭഗവാനാണ്. അപ്പോൾ ഭഗവാനാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനമായിരിക്കെ അത് ഏതെങ്കിലും ഒരു നമുക്ക് അനുയോജ്യമായ ഒരു രീതി സ്വീകരിച്ചുകൊണ്ട് അവിടേക്ക് എത്താം. എല്ലാവർക്കും സന്യാസം സ്വീകരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ എല്ലാവരും സന്യാസ മാർഗം സ്വീകരിക്കണമെന്നില്ല. കർമ്മമാർഗത്തിലൂടെയും ഭഗവാനിൽ എത്തിച്ചേരാം. ഇനി ചതുരാത്മ. ചതുരം സമർത്ഥം, ആത്മ മനസ്സ്, സമർത്ഥമായ ആ മനസ്സുള്ളവൻ എന്നർത്ഥം. അപ്പോൾ ഭഗവാന് രാഗദ്വേഷങ്ങളോ അതുപോലെ ചാഞ്ചല്യമോ ബാധിക്കാത്ത ചതുരമായ ആത്മാവാണുള്ളത്. അതായത് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്നീ 4 അന്ധക്കരണങ്ങളോടുകൂടിയ ഭഗവാൻ എന്നും പറയാം. അല്ലെങ്കിൽ ചാഞ്ചല്യമോ പിന്നെ രാഗദ്വേഷങ്ങളോ ബാധിക്കാത്ത ചതുരമായ അല്ലെങ്കിൽ ആത്മാവോടുകൂടിയ ഭഗവാൻ എന്ന് പറയാം. അല്ലെങ്കിൽ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്നീ 4 അന്ധക്കരണങ്ങളോടുകൂടിയവൻ എന്നും പറയാം. അങ്ങനെയും ചതുരാത്മ എന്ന് പറയാം. ഇനി 770 ചതുർഭാവ. 4 പുരുഷാർത്ഥങ്ങളുടെ ഭാവമാണ് ചതുർഭാവം. അതായത് ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം. ഈ 4 രൂപങ്ങളിലും അല്ലെങ്കിൽ ഈ 4 പുരുഷാർത്ഥങ്ങളിലൂടെയും പ്രകടമാകുന്നവൻ, 4 പുരുഷാർത്ഥങ്ങളുടെ ഭാവത്തിൽ ധർമ്മ, അർത്ഥ, കാമ, മോക്ഷങ്ങളിലൂടെ പ്രകടമാകുന്നവൻ എന്ന് അർത്ഥം ചതുർഭാവ. പുരുഷന് നേടേണ്ട അർത്ഥം ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ചതുർഭാവ എന്ന് പറയുമ്പോൾ 4 ധർമാർത്ഥ കാമ മോക്ഷം, ഈ 4 രൂപത്തിലും നേടേണ്ടവൻ. ഇതിൽ ഈ 4 രീതിയിലും ഈ 4 സ്റ്റെപ്പിലൂടെയും കടന്ന് ഭഗവാനിലാണ് എത്തേണ്ടത്. ആ മോക്ഷത്തിലെത്തുമ്പോൾ ഭഗവാനിലേക്ക് എത്തിച്ചേരാം. അതാണ് ഒരു ജീവാത്മാവിന് നേടേണ്ടത്. പരമായ അർത്ഥം എന്ന് പറയുന്നത് ആ ലക്ഷ്യം, അത് ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നു. അതാണ് ചതുർഭാവ. അപ്പോൾ നമ്മൾ 770 വരെയുള്ള നാമങ്ങളാണ് നോക്കിയത്. 761 മുതൽ 770 വരെയുള്ള നാമങ്ങളാണ്. അതായത് പ്രഗ്രഹോ, നിഗ്രഹോ, വ്യഗ്രോ, നൈകശൃംഗോ, ഗദാഗ്രജ, ചതുർമൂർത്തിശ്ചതുർബാഹു, ചതുർവ്യൂഹ, ചതുർഗതി, ചതുരാത്മാ, ചതുർഭാവ, ചതുർവേദ, വിവേകപാദ്. അപ്പോൾ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. കായേന വാച മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. തത്സത്. ഹരേ കൃഷ്ണ. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഹരേ കൃഷ്ണ.